തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ മാസം തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കും. ഫെബ്രുവരി 24 ഒരു അത്തരമൊരു ഘട്ടത്തിൽ ഇപ്പോൾ BJP കണക്കുകൂട്ടുന്നത് അവർക്ക് അനുകൂലമായ സാഹചര്യമെന്നാണ്. രാമക്ഷേത്രം എന്ന വിഷയമുണ്ട്, പിന്നെ ബീഹാറിൽ ഭരണമാറ്റം, പിന്നെ ഇഡിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള അവരുടെ വിവിധ തന്ത്രങ്ങൾ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു ബജറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് വൻ പ്രഖ്യാപനങ്ങളാണ്, വൻ ജനക്ഷേമ പദ്ധതികളാണ്. ഇവിടെ വൻ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നില്ല, വൻ അല്ല, അതായത് എന്തെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചതുപോലെ കർഷകർക്കായി ഇത് 6000 രൂപ വെച്ച് ഞങ്ങൾ വർഷം നൽകും, അത്തരം പ്രഖ്യാപനങ്ങളില്ല. അധികം നീക്കിയിരിപ്പുകളില്ല. ഇതൊന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാവും, ഈ സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കേന്ദ്ര സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങൾ അറിയരുത് എന്നുള്ള ഒരു നിഷേധാർഢ്യത്തിൻ്റെ ഒരു അധമ മനോഭാവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഒരുപക്ഷെ ഇത്തവണത്തെ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് പോലും പുറത്തേക്ക് വരേണ്ട, പാർലമെൻറ്റിൽ അവതരിപ്പിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തത് പോലും അത്തരത്തിൽ ഒന്നായിരിക്കാം. മറ്റൊന്ന്, ഈ മതരാഷ്ട്ര സങ്കല്പം എന്ന വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി ജയിക്കാൻ കഴിയുമെന്ന ഒരു അമിത ആത്മവിശ്വാസം BJP കേന്ദ്രങ്ങളിലുണ്ട്. അതും ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ജനപ്രഖ്യാപന പദ്ധതികൾ പ്രഖ്യാപിക്കാത്തതിലെ ഒരു കാരണമായി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്ന ഒരവസ്ഥയുമുണ്ട്.